ഇന്നലെ ഞാൻ നല്ല തൂങ്ങി, ഒന്നും അറിഞ്ഞില്ല. നീ തൂങ്ങിയോ? നിജമാ സൊന്ന തൂങ്ങല. എന്തേ, നിനക്ക് സുഖമില്ലേ? ആരാത്? ആരാ കിടക്കുന്നേ? അയ്യോ, ഇത് നമ്മുടെ ഹരികൃഷ്ണനല്ലേ മോനെ? നമ്മുടെ ശാന്തി മുഹൂർത്തം ആകെ കലങ്ങിപ്പോയില്ലേ? ഞാൻ ഉറങ്ങിപ്പോയി. അമ്മ, അമ്മ, നിനക്ക് എന്ത് പറ്റിയടാ മോനെ? ഏത് കുട്ടിച്ചാത്തനാണോ നിന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ ആരാണ്ട് കൈവശം കൊടുത്തേ. അയ്യോ, എന്താ കാര്യം? എന്ത് പറ്റിയടാ? എന്താ അവനെ പശു തൊഴിച്ചോ? വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞ് നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത്? ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്തോ ദോഷകാലോ. നീ എവിടെയാടാ രാത്രി കിടന്നത്? മുറിയില്. ഉറങ്ങി എണ്ണീറ്റതോ? ദാ ഇവിടെ. അതെന്താ, ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ? കഴിഞ്ഞ ജന്മം ഇന്നലെ പോത്തോ മറ്റോ ആയിരുന്നിരിക്കും, അതാ ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങുന്നത്. ഇനി ഞാനൊരു സത്യം തുറന്നു പറയാം. അമ്മേ ഇങ്ങൊന്നേ. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേക്കുന്നത്? എങ്ങനെ ഇതിനുള്ളിൽ കേറുക? ഇതെന്താ ഇത്? ഓ, അച്ഛാ, പാന്റ് പാന്റ്. അമ്മാവാ, പാന്റ് പാന്റ്. എന്താടാ, വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. മോഹം ഉണ്ടെങ്കില് അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്ക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. എനിക്കിത് പാകാണ് അച്ഛാ, പിന്നെ ഇട്ട് പരിചയമില്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല്. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? അയ്യോ അമ്മാവാ. ആരെ കാണിക്കാനാണെങ്കിലും ശരി, ആര് വേഷം കിട്ടിയാലും ശരി, ഹരികൃഷ്ണന്റെ കാര്യത്തിലൊരു തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. എന്താടി കാര്യം? ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത്? നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി. ഞങ്ങളോ? അതെ, നിങ്ങൾ എല്ലാരും ചേർന്ന് അങ്ങനെ ചെയ്തത്. ഉറക്കത്തിലേ അവൻ എങ്ങനെ തോന്നിയത്രേ? രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മയെ പറ്റിക്കാൻ എളുപ്പ, ബാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ. ഞാൻ മധുരയ്ക്കൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോകും. പിന്നെ 2 or 4 കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ. ഈ രാക്ഷസന്മാരെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത്. ഒന്നും തോന്നരുത്. ഇല്ല. നിനക്കിപ്പോ മലയാളം പറഞ്ഞ ഒരു ഇത് മനസ്സിലാവുന്നില്ലേ? ഇന്നലെ എന്താ വരാഞ്ഞത്? ഞാൻ കഥവ് തുറന്നപ്പോ വെളിയിൽ നിറയെ ഗൂർക്കകൾ. കൂർക്കകളോ? ഉങ്ക അച്ഛനും. അച്ഛനും വന്നോ? എന്റെ അമ്മേ, ഇതെന്താ? വളയൽ. അച്ഛൻ തന്നാ? ഇല്ലല്ലേ, നേത്ത് രാത്രി ജയകൃഷ്ണനും തന്നതാ. ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ? അധികം ലോഹ്യൊന്നും വേണ്ട. വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട്. നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല, ഒരു ദേവതയാണ്. അടുക്കള ദേവത. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പറ, ആണോ? ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലോട്ട് ചാട്. ചാടും. ചാട്. നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത്. മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളപറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നൽ അനാവശ്യമാ. ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി. ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി. എന്നാ എനിക്ക് പിഴച്ചു. മുതലാളി, ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കള. അയ്യോ എന്റെ കാല്. ഇയാളെ കല്യാണം കഴിച്ച ഈ കുളം എന്റെ പേരിൽ എഴുതി തരുമോ? ഓ, എഴുതി തരാം. തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 2 ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം. ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ? ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ്, ആരും വരില്ല. നീ ധൈര്യമായിട്ട് കുളിച്ചോ. എന്നാ ചേട്ടനും ചാട്. ചാട്. ഇനിയൊരു കുളിയാവാ. ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല. ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാണ് നല്ലത്. മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. 40, 41, 42, 43, 44, 45. 45 ആയുള്ളൂ. ഇത് ഞാൻ പൊട്ടിച്ചേരാം. എന്നാ മുങ്ങ.
അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിരിക്കും. ആ. വെറുമാക്ക് പറയരുതേ. ഹേ, വെറും വാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും. എന്നാൽ എണ്ണിക്കോ. ആ കെട്ടിയില്ലേ അപ്പോൾ കാണാം. കാണാം. 1 2 3 4 5 7 8 സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാൽ ക്ഷീണമൊന്ന് മാറും. അയ്യാ, ആ. കഴിവറ മോനെ, കണ്ട തേവിടിശികൾക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്? എന്നെ വിട്, വിടും. ആ, സർവനാശം വരുത്താൻ ഓരോരോ സന്തതികള്. എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത്. കുടുംബമാഹാത്മ്യം പറഞ്ഞ് കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ കുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം. ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്നോരോന്ന് പൊന്തും. ആ യശോദ അല്ലെങ്കിൽ ഇത്തിരി അധിപ്രസംഗം അച്ചമ്പി. മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ. ഇത്രയേരോടെ കഴിഞ്ഞെങ്കിൽ ചത്തേനെ. എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ചാ, അവര് തമ്മിൽ സ്നേഹത്തില. അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ല അന്തസ്. ആഹാ, അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. ആയിരുന്നേ, ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിന് കൂട്ടുനിൽക്കുക. വെട്ടിക്കൊല്ലണ്ടടാ അവനെ അവളെ. അല്ലെങ്കിൽ ഞാൻ കൊല്ലും. ജയിലെങ്കിൽ ജയില്. എന്നാലും മാനം വിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല. ആ, ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. നിനക്ക് പണ്ടാരത്തിനെ കെട്ടണോടാ. എനിക്ക് അവളെ വേണ്ട, അവളെ വേണ്ട. എന്താ പിന്നെ നാട്ടിക്കരുത്. 3 പേരോടും കൂടാ പറയുന്നത്, മനസ്സിലായോ? ഓ, നീ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും കണ്ടായിരുന്നോ? അരിച്ചില്ല. അരിച്ചില്ല അല്ല, അറിയില്ല. അരി ഇല്ല. ആ, നമ്മുടെ കാര്യത്തിന്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ യശോദയുടെ കാര്യം ഒന്ന് എടുത്തിട്ട് അതാകെ തരിപ്പണമായി. എവിടെ പണം വരും? ഓ, പണത്തിന്റെ കാര്യം അല്ല പറഞ്ഞത്, തരിപ്പണത്തിന്റെ കാര്യം. തരിപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ നാശമാച്ച് അതാ. എന്നെ കൊണ്ടിടുവാങ്ങളാ? നിന്നെ കൊല്ലാനോ? നല്ല കാര്യായി. മன்னிச்சிடுங்க. മന്നിച്ച കാല് വരെ പോവോ? രാജാവിൻ പാർവൈ റാണിൻ പക്കം തേടുതി സ്വർഗം കൈ ഓടുതി വെക്കം പൊന്മാലൈ മയക്കം. പവിഴം ഇങ്ക വന്നതുക്കപ്പുറം ഊருக்கு പോകവേ ഇല്ലേ? പോകണമെന്ന് ആശയില്ലേ? പവിഴത്തിന് ഈ വീട് പിടിച്ചോ? ഈ ഞാനെപ്പിടി എന്നെ പിടിച്ചാച്ചോ? ചൊല്ല്. நீங்க ரொம்ப நல்லவரு. ஏன் இன்னும் கல்யாணம் കഴിക്കില്ലേ? എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവൂ. എടുത്ത് താലോലിക്കാൻ വിവരദോഷം പറയരുത്. ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല. അതിനിത്തിരി ചങ്കൂറ്റം വേണം. ആയ കാലത്ത് അത് കാണിക്കാതെ ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ എവിടുന്നാ പൊട്ടി വീണത്? പൊട്ടി വീണൊന്നുമല്ല, മുളച്ചതാ. ചൂടാവാതറാ, അവളൊന്ന് പൊയ്ക്കോട്ടെ. അതെ, ഒരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ? അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സില് ബുക്ക്ഡ് എന്നൊന്ന് എഴുതിയിട്ടുണ്ട്. ചങ്കുറ്റം കാണിച്ച് അത് മായച്ചേക്കരുത്. എനിക്ക് സഹിക്കില്ല. അമ്മാവൻ ഞാൻ നീ ഒന്നും പറയണ്ട. അവള് നല്ലൊരു തമിഴ് കുട്ടിയാ. അവളൊന്നും നീ മുറിക്കകത്തേക്ക് കയറേ വേണ്ടു. ആകെ ഒരു പ്രകാശ. കണ്ടില്ലേ എന്തൊരു പ്രകാശ. ഓടാ.